السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. പരിശുദ്ധമായ ഇസ്ലാം മുസ്ലിം സമൂഹം വിശിഷ്ടമായ 3 മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ റജബ് കഴിഞ്ഞു. നാം നിലകൊള്ളുന്നത് പരിശുദ്ധ ഷഅബാനിലാണ്. വരാൻ പോകുന്നത് വിശുദ്ധിയേറിയ റമളാനും. ഈ വിശുദ്ധമായ മാസത്തെ ഇസ്ലാമിക ലോകം പരിഗണിക്കുന്നതും ആരാധനകളെ കൊണ്ട് ധന്യമാക്കുന്നതിനും പ്രത്യേകം ചില കാരണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൂർവ സൂരികളായ മഹത്തുക്കളും ഈ മാസത്തിനും സമയത്തിനും ദിവസങ്ങൾക്കും നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് മുസ്ലിം സമൂഹം ഈ മാസത്തെയും ദിവസത്തെയും എന്തുകൊണ്ട് ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നത്. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പരതിയാൽ, മുത്തുനബിയുടെ ഹദീസുകൾ ഒരു വേള അന്വേഷണ വിധേയമാക്കിയാൽ ഈ ദിനരാത്രങ്ങളുടെ ശ്രേഷ്ഠതകൾ ഒട്ടനവധി ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദുഖാനിൻ്റെ ആമുഖം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകഹ. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ബറക്കത്താക്കപ്പെട്ടൊരു രാത്രിയിലാണെന്ന് ഖുർആൻ വിവരിക്കുന്നു. മുഫസ്സിറുകളുടെ നേതാവ് എന്ന് ഇസ്ലാമിക ലോകത്ത് വിശ്രുതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞത് ഇത് ഷഅബാൻ 15-ന്റെ രാത്രി എന്നാണ്. ശ്രോതാക്കളാകുന്ന നമ്മൾ ലൈലത്തുൽ ഖദറാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ രാത്രി എന്ന് പഠിച്ചവരാണ്. അപ്പോൾ 2 രാത്രികളെക്കുറിച്ച് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കതിനെ വ്യാഖ്യാനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന്, പരിശുദ്ധ ഖുർആനിന് 2 അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്കുള്ള അവതരണം. 2, 1-ാം ആകാശത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള അവതരണം. 2 അവതരണത്തിന് 2 ദിവസങ്ങൾ നിശ്ചയിക്കുക എന്നതിൽ വൈരുദ്ധ്യങ്ങളില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു അവതരണ രാത്രിയെ ഷഅബാൻ 15-ന്റെ രാത്രിയിലെ മുബാറക്കായ രാത്രി എന്ന് വിശേഷിപ്പിച്ചു. മറ്റൊരു അവതരണ രാത്രിയെ ലൈലത്തുൽ ഖദർ എന്നും വിശേഷിപ്പിച്ചു. 2ഉം നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇൻഷാ അള്ളാഹ്. ഈ വിശുദ്ധമായ രാത്രികളെ, സമയങ്ങളെ എങ്ങനെയാണ് ഇസ്ലാം സമീപിക്കുന്നത്, മുത്തുനബി എങ്ങനെയാണ് സമീപിക്കുന്നത്, ഇസ്ലാമിക പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിനെക്കുറിച്ചുകൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. 2 അനുഭവങ്ങൾ നമുക്ക് പറയാം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, മഹദി, മുത്തുനബിയുടെ കൂടെ നിന്ന് ജീവിച്ച് മുത്തുനബിയിൽ നിന്ന് ധാരാളം അനുഭവങ്ങൾ സമ്പാദിച്ച വനിതയാണ്. മുത്തുനബി തങ്ങളുടെ ഭാര്യമാരിൽ വളരെ പ്രധാനിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുന്ന് 2 അനുഭവങ്ങൾ പറയുന്നുണ്ട്. മുത്തുനബി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ഈ രാത്രി ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന രാത്രി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, അത് ഷഅബാൻ 15-ന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നിങ്ങൾ എനിക്ക് ഇബാദത്തിന് വേണ്ടി ഫ്രീ ആക്കി തരുമോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയും ആ രാത്രി ദീർഘനേരം ഇബാദത്തിൽ മുഴുകുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ രാത്രിയും പകലും മുത്തുനബിയുടെ സഹധർമ്മിണികളായ ബീവിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസങ്ങളും പകുത്തു നൽകുമ്പോൾ അന്നത്തെ ദിവസം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസമായിരുന്നു. പക്ഷേ അന്നു രാത്രി മുത്തുനബി ആയിഷ ബീവിയുടെ വീട്ടിൽ വരാതിരുന്നപ്പോൾ
ആയിഷ ബീവി അന്വേഷിച്ചെത്തിയത് മുത്തുനബിയുടെ സമീപത്താണ്. അവിടെ മുത്തുനബി തങ്ങളെ കാണാൻ പറ്റിയത് ജന്നത്തുൽ ബഖീഇൽ സിയാറത്ത് ചെയ്യുന്നതായിട്ടാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് കാണാൻ സാധിച്ചത്. ആ കാഴ്ചയിലും നേരത്തെ നാം മുത്തുനബി തങ്ങളിൽ നിന്ന് അനുഭവിച്ച ആയിഷ ബീവിയുടെ ചരിത്രം പറഞ്ഞ ഭാഗത്തും ഈ രണ്ടു ഹദീസുകളിൽ നമുക്ക് കാണാം എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, അതിലും ബിഅദദി ശഅരി ഗനമി കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം കണക്കെ അള്ളാഹു ധാരാളം ആളുകൾക്ക് നരകമോചനം നൽകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയുടെ വിശേഷണമായി വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ ആ രാത്രിയെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ആഗ്രഹമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ധാരാളം നിസ്കാരങ്ങൾ നിർവഹിച്ചും ധാരാളം ഖുർആൻ പാരായണം ചെയ്തും അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രാർത്ഥന കൊണ്ട് അടുപ്പം കാണിച്ചുമൊക്കെ ആ ദിവസത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ പരിശുദ്ധ ദിനം കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക ലോകത്ത് പ്രചാരം നേടിയ ധാരാളം ഇബാദത്തുകൾ നമുക്ക് ആ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളമായി പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ പാരായണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തു യാസീൻ പാരായണം. എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചര്യ വന്നത് എന്നത് നമുക്ക് ചെറിയൊരു പഠനത്തിന് വിധേയമാക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ശഅബാനായാൽ സ്വഹാബത്ത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു എന്ന് വരെ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ഒരു മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓതാൻ പറഞ്ഞ സൂറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു യാസീൻ. നമുക്കറിയാം സൂറത്തു യാസീനിൻ്റെ ഫളായിലുകൾ പറയുന്ന ധാരാളം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് ലഭിക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമുക്ക് ഏറ്റവും മുന്നിൽ നിർത്താൻ കഴിയുന്ന ഇബാദത്തുകളിൽ ഒന്നാണ് സൂറത്തു യാസീൻ പാരായണം. എന്നാൽ ഇബാദത്തുകളെ മുൻനിർത്തി തവസ്സുലാക്കി പ്രാർത്ഥിക്കുക എന്നതിൽ ഇവിടെ ആർക്കും എതിരഭിപ്രായങ്ങളില്ല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവരുടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശ്രുതമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണ്. ഗുഹയിൽ അകപ്പെട്ട ചെറുപ്പക്കാരുടെ ഖിസ്സ നമ്മളൊക്കെ പഠിച്ചതാണ്. ആ ഓരോ ചെറുപ്പക്കാരും അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിയതിൻ്റെ കാരണമായാണ് അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചരിത്രങ്ങളിൽ സുവിദിതമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇമാമിയങ്ങൾ, നമ്മുടെ പൂർവ്വസൂരികളാകുന്ന മഹത്തുക്കൾ, ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിത മഹത്തുക്കൾ മുഴുവനും അന്നത്തെ രാത്രിയിൽ നമുക്ക് എന്തെല്ലാം ദുആ ചെയ്യണം. കാരണം ആ രാത്രിയുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആനിൽ തുടർന്ന് സൂറത്തു ദുഖാനിൽ പറയുന്നത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളുടെയും ദിശ നിർണയിക്കുന്ന, തിട്ടപ്പെടുത്തുന്ന, ക്ലിപ്തപ്പെടുത്തുന്ന രാത്രിയാണ് അത് എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് ആ രാത്രിയിൽ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്ലാമിക ലോകം അവിടെ യാസീൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. കഴിഞ്ഞില്ല, തൊട്ടടുത്ത ദിവസം ബറാഅത്തിൻ്റെ നോമ്പ്. ഇസ്ലാമിക ലോകത്ത് വളരെ പ്രചാരം നേടിയതാണ് ആ ബറാഅത്തിൻ്റെ നോമ്പ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു അത് സുന്നത്താണ് എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. ഇനി പറയേണ്ടതില്ലല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ പ്രത്യേകിച്ച് നോമ്പിന് താല്പര്യം കാണിക്കുന്നു. മാത്രമല്ല ലൈലത്തുൽ ബറാഅത്തിൻ്റെ ആ രാത്രിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രിയിൽ, ഇന്നത്തെ ദിവസം അള്ളാഹു അഅമാലുകൾ അവനിലേക്ക് ഉയർത്തപ്പെടുന്ന രാത്രിയാണ്. ഞാൻ നോമ്പുകാരനായിട്ടായിരിക്കണം എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടേണ്ടത് എന്ന ആഗ്രഹം പോലും മുത്തുനബി അവതരിപ്പിച്ചതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.